To all. കേൾക്കുന്നുണ്ടോ? ആസാം. So yesterday we were discussing about the second set of numericals related to flywheels. We'll move on to the next kind. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? സർ. യെസ് സർ. ഓക്കെ, നമ്മൾ ഇന്നലെ നോക്കിയതായിരുന്നു 3-cylinder single acting engine. Now, can you see this question? Turning moment diagram of a 4-stroke engine. ആ ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, ടേക്ക് ഡൗൺ ദ ക്വസ്റ്റ്യൻ പെട്ടെന്ന്. So I'll read out the question. The turning moment diagram of a 4-stroke engine is assumed to be represented by 4 triangles, the areas of which form the line of zero pressure R, and the areas are given. Okay, that leave it. See, turning moment diagram of a 4-stroke engine. 4-stroke engine turning moment diagram, initially turning moment diagrams I have discussed. I hope you remember. 4-stroke engine, so 4 stroke ഉണ്ടാവും. 4 stroke 180 degree crank rotation ഒരു stroke ഉണ്ടാവുക. So first thing that you have to understand is 4-stroke engine ആണ്. 4-stroke engine ആണെങ്കിൽ the cycle should repeat after 2 rotations of crankshaft. അത് ആദ്യം മനസ്സിലാക്കണം. 2 rotations of crankshaft എന്ന് പറഞ്ഞാൽ ടോട്ടൽ റൊട്ടേഷൻ ആംഗിൾ എത്രയാണ്? 4 പൈ ആണ്. 360 plus 360. 2 pi plus 2 pi. 4 pi ആണ് the angle turned by the crank for total completion of the cycle. So cycle എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് 2 rotations of crankshaft ശേഷം. അതാണ് ആദ്യം ആ സെന്റൻസ് മനസ്സിലാക്കുന്നത്. 4-stroke engine. That means 0 to 4 pi ആയിരിക്കണം നമ്മളുടെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം വരേണ്ടത്. 0 to 4 pi. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. So y-axis turning moment ആണ് ഉണ്ടാവുക, ന്യൂട്ടൺ മീറ്റർ വാല്യൂസ്.
x-axis triangle ഉണ്ടാവും. So the cycle starts at 0 degree, 0 degree current rotation, 0 degree pi, 2 pi, 180, 3 pi, last and 4 pi. 0 to pi suction ആണ്, pi to 2 pi compression, 2 pi to 3 pi expansion, and finally last stroke exhaust ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത എല്ലാവരും? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? Yes, sir. ബോയ്സ്? Yes, sir. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടില്ല, ഓരോ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിലെ ഓരോ ഏരിയയും ഈസ് റെപ്രസെന്റഡ് ബൈ 4 ട്രയാങ്കിൾസ് എന്നാണ്. അപ്പൊ ഇതിന്റെ ബേസിക്കലി ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതില് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അല്ലെ, നിങ്ങൾക്ക് ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന് ഫിഗർ തന്നിട്ടില്ല, ദാറ്റ് യു ഹാവ് ടു ഡ്രോ. സോ കഴിഞ്ഞ ന്യൂമറിക്കൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഏത് സ്ട്രോക്ക് എഞ്ചിന്റെ ആണ്, അത് എത്ര സിലിണ്ടർ എഞ്ചിനാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ബേസിക് ഡയഗ്രം എങ്ങനെ വരും എന്നുള്ളത്. അതാണ് നമ്മൾ ആദ്യം ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പിന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം വരച്ചാൽ ഓൺലി ഡ്യൂറിംഗ് ദ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമേ പോസിറ്റീവ് ഏരിയ കിട്ടും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് സക്ഷൻ സ്ട്രോക്കിലെ 440 mm² ഷുഡ് ബി കമ്മിങ് ബിലോ ദിസ് എക്സ് ആക്സിസ്. Compression stroke 1600 mm² should come below x-axis. Expansion stroke 7200 mm, that should come above x-axis. And finally 660 mm² exhaust stroke, adum താഴേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? Yes, sir. Okay. Now, since all the areas are given as triangles, നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഓരോന്നും വരക്കണം. ട്രയാങ്കിൾ ഷേപ്പിൽ വരക്കം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഫസ്റ്റ് സക്ഷൻ സ്ട്രോക്ക് ആണ്, സക്ഷൻ സ്ട്രോക്കിന്റെ ട്രയാങ്കിൾ വരക്കുമ്പോൾ ബിലോ XY ലൈൻ ആണ്, അതെനിക്ക് ഇങ്ങനെ വരക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരക്കാം, ഏത് രീതിയിലും വരക്കാം. അത് ഈ ട്രയാങ്കിളിലെ മിഡ് പോയിന്റ് എവിടെ വരണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം, ബിക്കോസ് നത്തിങ് അബൌട്ട് ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദി ക്വസ്റ്റ്യൻ. സിൻസ് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ അതായത് 440 mm² ആണ്. സോ കറസ്പോണ്ടിങ് ഒരു സൈസിന്റെ, അതായത് ഇതിനെ ജസ്റ്റ് ഇത് നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രം വരക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കും. ഓക്കെ, ഇതിന്റെ 0 to pi എക്സാക്ട് മിഡിൽ ഇതിന്റെ മിഡ് പോയിന്റ്, ട്രയാങ്കിളിലെ മിഡ് പോയിന്റ് വരുന്ന ഇതിലെ വരക്കും. ദിസ് ഈസ് സക്ഷൻ സ്ട്രോക്കിലെ 440 mm², അതാണ് ആ ഏരിയ. നെക്സ്റ്റ് അടുത്തത് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. കംപ്രഷൻ സ്ട്രോക്കിൽ 1600 ആണ്. അഗെയിൻ ദാറ്റ് ഈസ് നെഗറ്റീവ് ഏരിയ. സോ 1600 440 നെഗറ്റീവ് കുറച്ചും കൂടി അധികമായിരിക്കും. സോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വലിയ ട്രയാങ്കിൾ വരക്കുന്നു. മിഡ് പോയിന്റ് കറക്റ്റ് പൈന്റെ 2 പോയിന്റ് ഇടയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പാൻഷൻ ആണ്, 7200. എക്സ്പാൻഷൻ സ്ട്രോക്കിലെ ഏരിയ ആണ് എബോവ് ആയിട്ട്. സോ അത് ഞാൻ ഇതിന്റെ ഏകദേശം മിഡ് പോയിന്റിൽ വരുന്ന രീതിയിൽ ഐ ഷോ ബിഗർ ട്രയാങ്കിൾ, ഒരു വലിയ ട്രയാങ്കിൾ ആണ് കാര്യം. ലാസ്റ്റ് വൺ എക്സോസ്റ്റ് ആണ്, 660 ആണ്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുതാണ് ഏരിയ. Less than this one. So what I am going to show is ഇതിനെക്കാട്ടി ചെറുത്, ഇതിനെക്കാട്ടി വലുത്. Is it clear? Clear ആണോ? ഇത് സക്ഷൻ ആണ്, this is compression, expansion, this is exhaust. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം ക്ലിയർ ആണോ? Yes, sir. Is it clear? Now see, remaining question that each millimeter square of area represents 3 Newton meter of energy. Scale തന്നിട്ടുണ്ട്. If the resisting torque is uniform,
determine the mass of the ring of a flywheel to keep the speed between 218 and 222 rpm when the mean radius of the ring is to be 1.25 meter. So then you are supposed to find out mass of the rim of the flywheel. അതായത് ഫ്ലൈവീലിന്റെ മാസ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് മാസ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അറിയുന്നത് ഏതാണ്? I is equal to mk square. ഇവിടെ see radius of rim is to be 1.25 meter. Radius of rim is nothing but radius of gyration itself. So R is given 1.25 meter. So if we find out I, then we can use this equation to find out M. ഈ രീതിയിലായിരിക്കണം നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകണം. Understood? നെക്സ്റ്റ് അടുത്ത രണ്ട് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. മാസ് എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്? ദ ഫ്ലൈവീൽ ഈസ് ടു ബി കെപ്റ്റ് വിത്തിൻ എ റേഞ്ച് ഓഫ് സ്പീഡ്. ഒരു സ്പീഡ് റേഞ്ച് തന്നിട്ടുണ്ട്. ആ സ്പീഡ് റേഞ്ച് എന്തൊക്കെയാണ്? One is N1 data. N1 is given as 218 rpm. അടുത്തത് N2. N2 is given as what? 222 rpm. നമുക്ക് ഇതിനെ എങ്ങനെ എടുക്കാം? മിനിമം സ്പീഡ് ഓഫ് ഫ്ലൈവീൽ, മാക്സിമം സ്പീഡ് ഓഫ് ഫ്ലൈവീൽ. അങ്ങനെയാണെങ്കിൽ we can find out omega 1 2 pi N1 by 60. Omega 1 ന്റെ വാല്യൂ നമുക്ക് എടുക്കാം. 23.25 ആണ് radians per second. Similarly, we can find out omega 2 2 pi N2 by 60. We will obtain this as 22.83 radians per second. So omega 1 കിട്ടി, omega 2 കിട്ടി. omega 1 എന്താണ്? മിനിമം സ്പീഡ്. omega 2 എന്താണ്? മാക്സിമം സ്പീഡ്. മിനിമം സ്പീഡും മാക്സിമം സ്പീഡും കിട്ടിയാൽ തന്നെ നമുക്കറിയാം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കണ്ടുപിടിക്കാം. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ് കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ കുറെ ടെർമിനോളജീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പറ്റില്ലേ? Yes, sir. സോ ഇത് ഈ ബ്ലാക്കിൽ എഴുതി വിട്ടെ, ഈ റെഡിൽ എഴുതിയത് ഗിബൺ ആണ്. ഗിബൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 6 തന്നിട്ടുണ്ട്, മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ മാസ് കാൽക്കുലേറ്റ് I is equal to mk square എന്നുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി മാസ് എങ്ങനെ അല്ലെങ്കിൽ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം I കാൽക്കുലേറ്റ് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി കണ്ടുപിടിക്കുന്നത് പറയാൻ കാരണം ഒമേഗ 1 ഒമേഗ 2 നമുക്ക് കിട്ടി. മാക്സിമം സ്പീഡും മിനിമം സ്പീഡും, മാക്സിമം സ്പീഡും മിനിമം സ്പീഡും. ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി മാക്സിമം കൈനറ്റിക് എനർജി മൈനസ് മിനിമം കൈനറ്റിക് എനർജി ആണ് അല്ലെ? മാക്സിമം കൈനറ്റിക് എനർജി എവിടെ ഉണ്ടാവുക? when the crank is rotating or the flywheel is rotating at maximum speed. Minimum kinetic energy എവിടെ ഉണ്ടാവുക? when the flywheel is rotating at minimum speed. Since omega 2 omega 1 ഉം കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? Boys. Yes, sir. അപ്പം കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് ഇൻറ്റു mv സ്ക്വയർ ഫോർ ലീനിയർ കേസാണ്. ബട്ട് ഇത് റൊട്ടേഷൻ കേസാണ്, റൊട്ടേറ്ററി കേസാണ്. സോ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് I ഒമേഗ സ്ക്വയർ എഴുതി കൂടെ. സോ മാക്സിമം കൈനറ്റിക് എനർജി പറഞ്ഞാൽ I ഒമേഗ 1 ആണ് 2 ആണ്, ഏതാണോ 2 സ്ക്വയർ അല്ലേ? 2 ആയതല്ലേ മാക്സിമം? Yes, sir.
minus half I into omega 1 square. This is maximum kinetic energy. This is minimum energy. Is equal to maximum fluctuation of energy here. So E in the value ഉണ്ടെങ്കിൽ omega 2 into omega 1 ഉണ്ട് I ഇവിടെ common ആണ്. We can find out I. കണ്ടുപിടിച്ചൂടെ? ചെയ്തൂടെ? മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്നത്? Yes, sir. Okay. So I കണ്ടുപിടിക്കാൻ സോ ഡെഫിനറ്റ്ലി നമുക്ക് E1. E എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി നമ്മൾ കണ്ടുപിടിക്കാൻ സാധാരണ എങ്ങനെ യൂസിങ് ദ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം. അതിനാണ് നമ്മൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യമേ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള വരച്ചു വെക്കേണ്ട ആവശ്യം. ഇഫ് യു റിമെമ്പർ നമ്മൾ ഈ 4 സ്ട്രോക്ക് എഞ്ചിന്റെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ നമുക്കൊരു ഈ ലെവൽ ഏതാണ്? ദിസ് ഈസ് ലൈൻ ഓഫ് മാക്സിമം ടോർക്ക്. ടി മാക്സ് ആണ് ഈ പോയിന്റ്, ടി മാക്സ് ആണ്. നമുക്ക് ഇവിടെ ഒരു മീൻ ടോർക്കും കൂടി വരുന്നു ഇല്ലേ? ഇങ്ങനെ ഒരു ലൈൻ കൂടി വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല? ഒരു ടി മീൻ വാല്യൂ വരുന്നു, മീൻ ടോർക്ക്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. സോ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്യണത്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ടി മീൻ. മീൻ ടോർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. മീൻ ടോർക്ക് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മീൻ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ട്. മീൻ ടോർക്ക് ടി മീൻ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ സൈക്കിൾ ഡിവൈഡഡ് ബൈ ആംഗിൾ ടേൺ. ആംഗിൾ ടേൺ ഫോർ ദ കംപ്ലീറ്റ് സൈക്കിൾ. സോ വർക്ക് ഡൺ പെർ സൈക്കിൾ നമ്മൾ കണ്ടുപിടിച്ചാൽ ഡിവൈഡഡ് ബൈ ആംഗിൾ ടേൺ ഫോർ ഹോൾ സൈക്കിൾ ചെയ്താൽ നമുക്ക് മീൻ ടോർക്ക് കിട്ടും. വർക്ക് ഡൺ പെർ സൈക്കിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? യൂസിങ് ദിസ് വൺ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിലെ ഏരിയാസ് വെച്ചിട്ട് അല്ലെ? വർക്ക് ഡൺ പെർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നെറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് തന്നെയാണ്. ആ നെറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് തന്നെ വർക്ക് ഡൺ ആണ് നമ്മൾ ഈ ഏരിയാസ് ആയിട്ട് കാണിക്കുന്നത്. സോ വർക്ക് ഡൺ പെർ സൈക്കിൾ is equal to what? You have to add up all these areas. Add up ചെയ്യുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി. ഇതിൽ ആകെയുള്ള ഒരു പോസിറ്റീവ് എനർജി ഏതാ? 7200 mm² ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അതിൽ നിന്ന് എന്ത് ചെയ്യണം? ബാക്കിയെല്ലാം എന്താണ്? ബാക്കിയെല്ലാം നെഗറ്റീവ് എനർജി. സോ 7200 മൈനസ് ആദ്യത്തെ സക്ഷന്റെ 440 പ്ലസ് കംപ്രഷന്റെ 1600 പ്ലസ് ലാസ്റ്റ് എക്സോസ്റ്റിന്റെ 660. ഇത്രയും ചെയ്തത് mm². നമുക്ക് വർക്ക് ഡൺ പെർ സൈക്കിൾ നമുക്ക് ന്യൂട്ടൺ മീറ്റർ വാല്യൂസ് ആണ് കിട്ടേണ്ടത് അല്ലെ? എനർജി പ്രൊഡ്യൂസിലെ വർക്ക് ഡൺ ന്യൂട്ടൺ മീറ്ററിലാണ് കിട്ടേണ്ടത്. സോ എന്താണ് ചെയ്യേണ്ടത് ഇതിന്? അതിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ സ്കെയിൽ എന്നല്ല. 1 mm² ഓഫ് ദിസ് ഏരിയ റെപ്രസെന്റ്സ് 3 ന്യൂട്ടൺ മീറ്റർ ഓഫ് എനർജി. സോ ഇതിനെ മൾട്ടിപ്ലൈ ദിസ് ടോട്ടൽ വാല്യൂ ബൈ 3. You will obtain work done per cycle as 13500 Newton. ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്ടൺ മീറ്റർ വാല്യൂ കിട്ടില്ല, കാരണം ഇതൊക്കെ mm² വാല്യൂസ് ആണ്. സോ നെക്സ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ടി മീൻ. ടി മീൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ സൈക്കിൾ ഡിവൈഡഡ് ബൈ ആംഗിൾ ടേൺ. ദാറ്റ് മീൻസ് വർക്ക് ഡൺ പെർ സൈക്കിൾ 13,500 ആണ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ പെർ സൈക്കിൾ. അതായത് ഒരു സൈക്കിൾ ആംഗിൾ ടേൺഡ് ഫോർ 1 കംപ്ലീറ്റ് സൈക്കിൾ, ദാറ്റ് ഈസ് 45. You will get it as 1074.3 Newton meter. This is the value of mean torque. ഈ മീൻ ടോർക്കിന്റെ വാല്യൂ, അതായത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ വാല്യൂ ആണ് നമ്മൾ എഴുതിയ 1074.3. This is mean torque. മനസ്സിലാവുന്നുണ്ടോ? Is it clear? Yes, sir. Yes, sir. മീൻ ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ
we can find out the maximum torque also. Tmax. Tmax എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ആണ്. അതായത് ഈ 0 മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ് Tmax. Look at this one. ഈ എക്സ്പാൻഷൻ സ്ട്രോക്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണ് മേക്കിംഗ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ആ ഓൾട്ടിറ്റ്യൂഡ് ആണ് Tmax. സോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 2π മുതൽ 3π വരെയാണ്. അതായത് ആ ഡിസ്റ്റൻസ് ബേസ് എന്ന് പറഞ്ഞ പൈ ആണ് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞ Tmax ആണ്. ഇസ് ഈക്വൽ ടു ഇതിന്റെ ഏരിയ നമുക്ക് ഓൾറെഡി അറിയുന്നല്ലേ. എത്രയുടെ ഏരിയ? 7200 ആണ് അല്ലേ. നമുക്ക് കിട്ടേണ്ട ടോർക്കിന്റെ മാക്സിമം വാല്യൂ ആണ്. സോ 7200 മൾട്ടിപ്ലൈഡ് ബൈ 3 ന്യൂട്ടൺ മീറ്റർ. 1 mm² is equal to 3 ന്യൂട്ടൺ മീറ്റർ ആണ്. 7200 ഇത് ഏരിയന്റെ mm² വാല്യൂ ആണ്. അത് മൾട്ടിപ്ലൈഡ് ബൈ 3 ചെയ്താൽ എന്ത് കിട്ടും? എത്ര ന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടും? കിട്ടൂലേ? Yes, sir. Yes, sir. You can find out the value of Tmax. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം Tmax കിട്ടുന്നത് 13751 ന്യൂട്ടൺ മീറ്റർ. That is Tmax ന്റെ വാല്യൂ 13751. This is Tmax. Now just look carefully what I'm going to do. Okay. ഇത് മനസ്സിലാക്കേണ്ട സ്റ്റെപ്പുകളാണെങ്കിൽ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് നീട്ടി. ഈ പോയിന്റ് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഈ പോയിന്റ് ഇ, എ ബി സി ഡി പോയിന്റ് ഔട്ട് ചെയ്യാം. Now look at this area. മീൻ ടോപ്പ് ലൈനിന്റെ മുകളിൽ വരുന്ന ഏരിയ ആണ്. സോ ഒരു ടേണിംഗ് മൊമെന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറയുന്നത് the area coming above the mean torque line is always the additional area. ഏരിയ സിംബലൈസ് ചെയ്യുന്നത് എന്തിനാണ്? വർക്ക് ഡണ്ണെയാണ്. അതായത് മീൻ ടോർക്ക് എന്താണ്? നമ്മളുടെ ഈ മൊത്തത്തിലുള്ള സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ റിക്വയർ ചെയ്യുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ടോർക്കാണ് മീൻ ടോർക്ക് എന്ന് പറയുന്നത്. സോ the value is coming above mean torque. അത്രയും വർക്ക് ഡൺ സംഭവിക്കുന്നത് അഡീഷണൽ ആയിട്ടാണ്. ഈ അഡീഷണൽ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? വിൽ ബി ഗെറ്റിംഗ് സ്റ്റോർഡ് ഇൻ ദ ഫ്ലൈ വീൽ. സോ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഇൻ ദിസ് കേസ് ഓഫ് എ 4-stroke എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ട്രയാങ്കിൾ CDE ആണ്. ട്രയാങ്കിൾ CDE എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് maximum fluctuation of energy. അത് ഈ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ വേറെ രീതിയിൽ മനസ്സിലാക്കാം. എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കൂ, ഓരോ കേസ് ആലോചിച്ചോ. നമ്മളിപ്പോ ഇതിനൊക്കെ പോയിന്റ് ഇട്ടാൽ, അതായത് 0 പൈയിലേക്ക് എത്തുമ്പോൾ എനർജി ഇ ആണ്. സോറി, 0 എനർജി ഇ ആണെങ്കിൽ പൈയിലേക്ക് എത്തുമ്പോൾ ഇ മൈനസ് ഇതാണ്. 5 2 എത്തുമ്പോൾ ഈ മൈനസ് ഓഫ് മൈനസ് വീണ്ടും ചെറിയ വാല്യൂ. അത് ഈ പോയിന്റ് എത്തുമ്പോൾ അതിന്റെ കൂടെ ഈ വാല്യൂ ആഡ് ചെയ്യപ്പെടും. പിന്നെ ഇതിലെത്തുമ്പോൾ വീണ്ടും സബ്ട്രാക്ട് ചെയ്യപ്പെടും. അല്ലെ? മീൻസ് ഇവിടെയുള്ളത് ടോട്ടൽ ഒരേ വാല്യൂ തന്നെയായിരിക്കും ഒരു സൈക്കിൾ കഴിഞ്ഞു. അടുത്ത സൈക്കിളിൽ ഇതേ ടേണിംഗ് മൊമെന്റ് ഡയഗ്രം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിലെപ്പോഴും അഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു കാറ്റഗറി മാത്രമാണ്, കാരണം അത് മീൻ ടോർക്കിന്റെ മുകളിലാണ്. സോ ട്രയാങ്കിൾ CDE എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്താണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. That means energy at D minus energy at C. ഈ CDE നമുക്ക് എങ്ങനെ പറയാം? ഇങ്ങനെ പറയാം, എനർജി അവൈലബിൾ at D, point D minus energy available at point C. ഇത് തന്നെയാണ് മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി അല്ലെ? സോ ഈ എനർജി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ CDE ഏരിയ കണ്ടുപിടിച്ചാൽ മതി. കാരണം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ തന്നെയാണ്, അത് തന്നെയാണ് എനർജി.
സോ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതൊരു ട്രയാങ്കിൾ ആണ്. ഹാഫ് ബേസ് ഇൻറ്റു എച്ച് ആണ്. ഹാഫ് ബേസ് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് സി ഡി. ഡിസ്റ്റൻസ് ഓഫ് സി ഡി നമുക്കറിയണം. ഇഫ് ഐ മാർക്ക് ദിസ് പോയിന്റ്, ഈ ഒരു പോയിന്റ് ഞാൻ ഒരു പേര് കൊടുത്തു, ജി എന്ന് പറഞ്ഞ പോയിന്റ്. സി ഡിന്റെ വാല്യൂ ഇ ജിന്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ സി ഡിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ആ ഏരിയ കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് വർക്ക്, അത് തന്നെയാണ് വാല്യൂ ഓഫ് ഇ. How will you find out those values? ആ വാല്യൂസ് ചെയ്യാൻ പഠിക്കും. ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് കൂടി മാർക്ക് ചെയ്യുന്നു. Consider the triangles A, B, E and triangle C, D, E. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? യെസ്. ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? റേഷ്യോ എടുക്കാം. സി ഡി ബൈ എ ബി should be equal to what? EG by EF. Ratio എഴുതാലോ. EG by EF എന്താണ്? EG എന്ന് പറഞ്ഞാൽ എന്താ? EF minus FG ആണ്. EF ന്റെ വാല്യൂ ആണ് ഈ മാക്സിമം, T മാക്സിന്റെ വാല്യൂ 1375 മൈനസ് GF ന്റെ വാല്യൂ ആണ് ഇത്. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 1074.3 ആണ്. ഡിവൈഡഡ് ബൈ EF എന്ന് പറഞ്ഞാൽ 1375. You will obtain this value in 0.9219. അങ്ങനെയാണെങ്കിൽ CD is equal to what? AB multiplied by 0.919. AB എന്താണ്? AB ന്റെ ഡിസ്റ്റൻസ് നമ്മൾ 2 pi to 3 pi pi ആണ്. So this is pi multiplied by 0.919 will be equal to what? The value of CD will be 2.896. ഈ പൈ എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻസ് ആണ്. AB എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് റേഡിയൻസിലാണ്. സോ 2.896 പറഞ്ഞാൽ ഇതും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, ഇതും റേഡിയൻസ് ആണ്. പൈ റേഡിയൻസ് ആണ്. സോ CD should also be in radians. മനസ്സിലാവുന്നുണ്ടോ? ഈ ചെയ്ത മനസ്സിലായിനോ? Yes, sir. സോ CD കിട്ടി. EG എത്രയാണ്? EG ന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് 13751 മൈനസ് 1074. ആ ഡിസ്റ്റൻസ് ആണ് EG. അങ്ങനെയാണെങ്കിൽ നമുക്ക് E കണ്ടുപിടിക്കാം. E is area of this triangle CDE. Area of CD എന്ന് പറഞ്ഞാൽ half into base CD ആണ്. CD ന്റെ വാല്യൂ നമുക്ക് കിട്ടി 2.896 നേരത്തെ കിട്ടി. മൾട്ടിപ്ലൈഡ് ബൈ EG. EG ന്റെ വാല്യൂ എത്രയാണ്? 13751 minus 1074. We will obtain the area of CDE or maximum fluctuation of energy E as 18355.9 Newton meter. This is the value of E. E is the value of E. Understood? Yes, sir. No. E നെ നമുക്ക് എങ്ങനെ എഴുതാം? E maximum fluctuation of energy ആണ്. Maximum kinetic energy minus minimum kinetic energy. Maximum kinetic energy എത്രയാണ്? At maximum speed ആണ്. Maximum rotation speed ആണ്. Minimum kinetic energy at minimum rotation speed ആണ്. So this is maximum speed എന്ന് പറഞ്ഞാൽ half into I into omega q square minus half into I into omega 1 square. ഇത് നമുക്ക് എന്ത് ചെയ്യാം? half into I into omega q square minus omega 1 square എടുക്കാം. omega 2 into omega 1 ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ്.
അല്ലേ? ഒമേഗ 2 എന്ന് പറഞ്ഞാൽ it was 20 ഒമേഗ 2 ആയിരുന്നു ഒമേഗ 1 ആയിരുന്നു, ഏതായാലും ഓർമ്മയില്ല നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. വലിയ വാല്യൂ ഏതായിരുന്നു? വലിയ വാല്യൂ ഒമേഗ 2. ഒമേഗ 2 അല്ല. ഓക്കെ, അപ്പൊ ഒമേഗ 2 എന്ന് പറഞ്ഞാൽ 23.25. ഒമേഗ 1 വാസ് 22. പറഞ്ഞോ സംശയമുണ്ടാ? ഹലോ, ഇല്ല സാർ, ക്ലാസ് ഒമേഗ അതായത് വലിയതാണ് മാക്സിമം, ചെറുതാണ് മിനിമം, അത്രേ എടുക്കുള്ളൂ. ഞാൻ എഴുതിയ മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ എങ്ങനെ എഴുതിയ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ബോർഡ് മായ്ച്ചു പോയി. ഒമേഗ 1 2 വാല്യൂ സാർ അപ്പോൾ ഇപ്പോൾ മാറിപ്പോയി. ഓക്കെ, ക്വസ്റ്റ്യനില് രണ്ട് സ്പീഡ് റേഞ്ച് തന്നിട്ടുണ്ട്. 218 RPM 218 RPM ഒമേഗ 1 എടുത്താൽ, അല്ല N1 എടുത്താൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ് ഒമേഗ 1. 222 RPM N2 സ്പീഡ് 2 എടുത്താൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്നതാണ് ഒമേഗ 2. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, സോ ഒമേഗ 1 ഒമേഗ 2 അറിയാം, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈന്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. സോ ഈ ഇക്വേഷൻ we can find out the value of I that we will obtain will be 1896.93 kilogram meter square. This is moment of inertia. Omega 2 ന്റെ വാല്യൂ അറിയാം, omega 1 ന്റെ വാല്യൂ അറിയാം, E ന്റെ വാല്യൂ അറിയാം. So substitute and find value of I. I ന്റെ വാല്യൂ കിട്ടിയ ഡയറക്റ്റ് എന്ത് ചെയ്യാം? I is equal to MK square. I 1896.9 ആണ്, M into K തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മീൻ റേഡിയസ് ഓഫ് റിം 1.25. You get mass equal to 1214.02 kilogram. This is the final answer. ഞാൻ ഈച്ച് സ്റ്റെപ്പ് ഈച്ച് കാൽക്കുലേഷൻ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സിറ്റിക്കോ സീരീസിനോ ഞാൻ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഇതേ ക്വസ്റ്റ്യൻ ചെയ്തു ഇതേ വാല്യൂ കിട്ടുന്നുണ്ടോ നോക്കുക. ഇതേപോലത്തെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ റെഫറൻസ് ടെക്സ്റ്റിലും ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ നമുക്ക് ഇതാ ഇപ്പൊ 10 കാലമായി. ഞാൻ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണം എന്ന് വിചാരിച്ചതാ. നമ്മളെ പീരീഡ് ഇങ്ങനെ നീണ്ടു പോകുന്ന, എനിക്ക് ബാലൻസിങ്ങിലും കൂടി എത്തണം. ഇനി ഒരു ടൈപ്പ് ഓഫ് ന്യൂമറിക്കലും കൂടി ഫ്ലൈവീലിൽ റിമൈനിങ് ആണ്. ഇതൊക്കെ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട്, ഫസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു, ഡയറക്റ്റ് ടേണിംഗ് മൊമെന്റ് ഡയഗ്രം തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇന്റെ വാല്യൂ, മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് സ്പീഡ്, കെന്റെ വാല്യൂ ഇതൊക്കെ കണ്ടുപിടിക്കുന്നതായിരുന്നു. രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലായിരുന്നു ഇതൊക്കെ പെടുന്നത്. ഒന്നുകിൽ ടേണിംഗ് പോയിന്റ് ഡയഗ്രത്തിന് ഡീറ്റെയിൽ പ്ലസ് ഫിഗർ തന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മാക്സിമം ആംഗുലർ ആക്സലറേഷൻ, ഇതുപോലെ മാസ്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ അല്ലെ, ഫ്ലൈവീലിന്റെ വർക്ക് എത്ര, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാം. രണ്ടാമത് ഇന്ന് ചെയ്ത് അതേ കാറ്റഗറിയിൽ വരുന്നത് വീണ്ടും ടേണിംഗ് പോയിന്റ് ഡയഗ്രത്തിന് ഡീറ്റെയിൽസ് തരും. അതിനനുസരിച്ച് ഡിഫറെന്റ് വാല്യൂസ് യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട്. അതുകൊണ്ട് ഇനി ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ടേണിംഗ് മൊമെന്റ് ഡയഗ്രം ഒന്നും തരാതെ ടോർക്കിന്റെ വാല്യൂ തരും. ഓക്കെ, മാക്സിമം ടോർക്കോ മീൻ ടോർക്കോ ഏതെങ്കിലും ഒരു ടോർക്കിന്റെ വാല്യൂ വിൽ ബി ഗിവൺ ഇൻ ടേംസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. കോസ് തീറ്റ, സൈൻ തീറ്റ, അല്ലെങ്കിൽ കോസ് 2 തീറ്റ, സൈൻ 2 തീറ്റ എന്നുള്ളതെല്ലാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ ബേസിൽ വിൽ ബി ഗിവൺ ദ വാല്യൂ ഓഫ് ടോർക്ക്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട്, യു വിൽ ബി റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് സച്ച് കൈൻഡ് ഓഫ് ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് വാല്യൂസ്. പവർ ഡെവലപ്ഡ്, moment of inertia, maximum angular acceleration, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് തേർഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ. അതും കൂടി എക്സ്പ്ലെയിൻ, അതും കൂടി ഇന്ന് തീർക്കണം എന്ന് ചോദിച്ചാൽ അതിന് നടക്കും തോന്നുന്നില്ല. 10-20 വരെ ലൈൻ ക്ലാസ്
Yes, sir. Yes, sir. ഓക്കെ, ഇനി ഹൗ ഞാൻ വരെയുള്ള വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ ഇന്നും കൂടി, ഇന്നലെ എന്റെ നെറ്റ് തീർന്നു, ഇന്നലത്തെ ഇന്നും കൂടി ഞാൻ ഇന്നിടും. നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എത്ര ആൾക്കാർ നോക്കലുണ്ട്, കാരണം നമ്പർ ഓഫ് വ്യൂസ്